ഇന്റിമസി വില്ലേജിനെ കുറിച്ച് ഞാൻ എപ്പോഴെങ്കിലും വരണം എന്ന് മനസ്സിലുണ്ട്. ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് നമ്മളെല്ലാവരും ഇൻ എ വേ ഒരു സൈലൻസ് അന്വേഷിക്കുന്നവരാണല്ലോ. ഈ ബഹളത്തിനകത്തു നിന്നൊക്കെ ഒന്ന് മാറി നമുക്കൊരു സ്പേസിൽ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ അതാ എല്ലാവരും ഓടുന്നത് അതിൽ നിന്നാണല്ലോ. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ വയ്യ. നമ്മൾ 24 ഹവേഴ്സ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോണായിരിക്കാം, ചിലപ്പോൾ ജോലിയായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഓവർ തിങ്കിങ് ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള നമ്മളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റിമസി വില്ലേജ് എനിക്കൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ട് തോന്നി. അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആ, ഞാൻ ഈ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ആ, തിരിച്ച് മസ്കറ്റിൽ തന്നെ പോയി. അവിടെയാണ് ഞാൻ എൻ്റെ കർമ്മമണ്ഡലം രണ്ടാമതും തുടങ്ങിയത്. അത് ശരി. പിന്നീട് ഹോളണ്ടിൽ ഒരെണ്ണം തുടങ്ങി, എത്യോപ്യ, ബെൽജിയം, ഉം. ഈ സ്ഥലങ്ങളിലേക്ക് ഈ ആശയത്തെ വ്യാപിപ്പിച്ച് സെൻറ്ററുകൾ തുടങ്ങി പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ ഈ യാത്രകൾ ഉം. പിന്നെ എന്താണ് ഈ ആധുനിക മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഒരല്പം സ്വസ്ഥത, ഒരു ധൈര്യം. ഭയന്ന ജീവികളാണ്. നമുക്ക് അറിവുണ്ടെന്ന് നാം പറയുന്നെങ്കിലും സത്യത്തിൽ ആധികാരികതയില്ല. എന്തോ ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് വിശ്വാസമില്ല. ഇല്ല. കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനാണ്, ക്ലാരിറ്റി ഇല്ല. ഉം. അപ്പോൾ ഈ ആൾക്കാരുടെ ദുഃഖം കണ്ടപ്പോൾ ഓരോരുത്തരിലും എത്തുന്നതിന് എനിക്ക് പരിമിതി ഉണ്ടായി. അപ്പോഴാണ് ഒരു ചിന്ത, എന്നാൽ ഇതിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിക്കൂടെ? അങ്ങനെ ഒരു ചിന്ത ഇരിക്കവെയാണ് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. നാം ഈ ചിന്തിക്കുന്നതെല്ലാം എപ്പോഴോ നടന്ന കാര്യങ്ങളാണ്. നാം ഇപ്പോൾ ഈ സംസാരിക്കുന്നത് വേണമെങ്കിൽ വാദത്തിന് പറയാം, ഇത് ഞങ്ങളൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഫിക്സ് ചെയ്ത് സംസാരിക്കുന്നതാണെന്ന്. എന്നാൽ ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുമ്പേ നമ്മൾ തമ്മിൽ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ മോഡേൺ സൈക്കോളജിയും പഠനങ്ങൾ അതിലേക്ക് നീങ്ങുന്നുണ്ട്. ശരി. ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുന്നു എന്ന് വെക്കുക. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അല്ലാതെ എങ്ങനെയാ? എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഈസ് കോൺസ്റ്റൻ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നാശം, ആ. അതായത് ഇന്നത്തെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ച് കളഞ്ഞാൽ ഒരു എനർജി ലെവൽ ഉണ്ടായിരിക്കുമല്ലോ. ആ എനർജി ലെവലിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് ഹൈ ലെവൽ ഫിസിക്സ് ആണത്. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഒരു മനസ്സിലാക്കാനായിട്ടൊരു ഐഡിയ, നമ്മളൊരു പുസ്തകം വായിക്കുന്നു എന്ന് വയ്ക്കുക, ഒരാളുടെ ജീവചരിത്രം. അയാൾ കുട്ടിയായിരിക്കുന്ന കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ആ പുസ്തകത്തിൻ്റെ 300-ാമത്തെ 400-ാമത്തെ പേജിൽ ഈ മനുഷ്യൻ വയസ്സായി മരിക്കുന്നതും എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ എത്തിയില്ല. പിടികിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആ മരിച്ച കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനിച്ച കാര്യങ്ങളും ആ പുസ്തകത്തിലുണ്ട്. ഇതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് കാര്യം പറയുമ്പോൾ നമുക്ക് മുന്നേ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും ഈ ബുക്ക് ഓഫ് നേച്ചറിലുണ്ട്. സംഭവിച്ചതും സംഭവിക്കുന്നതും റിപ്പീറ്റേഷനാണ്. അപ്പോൾ ഇത് സാധാരണ മനസ്സിന് നമുക്ക് വഴങ്ങില്ല. ഇല്ല, നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ. അതെ. അപ്പോൾ ഈ മനസ്സിന് വഴങ്ങാത്ത കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോൾ ആണ് നമുക്ക് ആനന്ദമുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബോധ്യം തരുന്ന കാര്യങ്ങളെ ആവർത്തിച്ചറിയുമ്പോൾ നമുക്ക് അതിനോടൊരു ആസക്തി കുറയും. അതിനൊരർത്ഥമില്ലായ്മ, അതിനെയാണ് മായ എന്ന് പറയുന്നത്. ഈ മായയിൽ നമ്മൾ ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് പറ്റും? നമുക്കറിയാതെ തന്നെ ഒരു ഭയം, അതായത് ഇതെനിക്ക് സ്ഥിരമല്ല എന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈ ഭയമാണ് സർവ്വ ദുഃഖങ്ങൾക്കും കാരണം. ഇത് അറിയുന്നില്ല, ആധുനിക മനുഷ്യൻ ഇതറിയുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ആ പരാജയത്തിൽ നിന്നാണ്, പരാജയഭീതിയിൽ നിന്നാണ് ഈ ഇത്തരം ചോദ്യങ്ങൾ തന്നെ ഉണ്ടാകുന്നത്. ലോകമെന്ന വിദ്യാഭ്യാസ രംഗത്ത് വളരെ അഡ്വാൻസ്ഡ് ആണ്. മെറ്റീരിയൽ സയൻസ് ഈസ് വെരി മച്ച് ഇൻ ടു ഇറ്റ്സ് പീക്ക്. അവരവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇനി അപ്പുറം എന്ത് എന്ന ഒരു അന്വേഷണത്തിലേക്ക് അവരെത്തിയപ്പോൾ ദേ ഗോട്ട് ദ ആൻസർ. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യൻ ട്രഡിഷൻ. വേർ ദ അൾട്രാ മോഡേൺ സയൻസ് ഹാസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്ഡ്, there the Indian spirituality has got its beginning. ഇത് പറഞ്ഞത് ഹൈ എനർജി ഫിസിസിസ്റ്റ് ഡോക്ടർ ഫ്രിജഫ് കാപ്രയാണ്. ദി ടേണിംഗ് പോയിന്റ് എന്ന പുസ്തകം എഴുതിയത്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ മുന്നിൽ ഈ ഹൈലി ഇൻ്റലക്ച്വലായിട്ടുള്ള സക്സസ്ഫുൾ എന്ന് നമ്മൾ ധരിക്കുന്ന ആൾക്കാരുടെ ഒരു ചോദ്യമാണ് ഈ പിന്നെ
ഉത്തരമില്ലാതെ കിടക്കുന്നത് അത് ഭാരത പൈതൃകത്തിലുണ്ട്. അതിൻ്റെ ഒരു വക്താവാണ് ഞാൻ. ഉം. അപ്പോൾ അവരുടെ ആ ഒരു പ്രതീക്ഷ, ആ ഹൈ ഡിമാൻഡ്. അപ്പോൾ ഓരോരുത്തരിലേക്ക് ഞാൻ എത്തുന്നതിനേക്കാൾ നല്ലത് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്ന് ആ ഒരു റിയൽ ബ്ലെൻഡിൽ ഇവർക്ക് ഈ ആശയം പറഞ്ഞു കൊടുക്കാം എന്ന ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഇൻറ്റിമസി ഹീലിംഗ് വില്ലേജ് എന്ന ആ ഒരു സംവിധാനം വളർന്നു വന്നത്. പക്ഷേ അവിടെയും ഈ നമ്മുടെ പൈതൃക സങ്കല്പം ചികിത്സിക്കുന്നത് ലക്ഷണങ്ങളെ അല്ല. പൈതൃക സങ്കല്പം അല്ലെങ്കിൽ ശാസ്ത്രം ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് കോസിനെയാണ്. ഇപ്പോൾ എനിക്കൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ കാണിക്കും. ഔഷധ കൊടുത്ത് ആ ലക്ഷണങ്ങളെയാണ് മാറ്റുന്നത്, രോഗത്തിൻ്റെ കാരണത്തെ അല്ല. കാരണം മാറുന്നത് ആന്തരികമായി നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി മാറുമ്പോഴാണ്. പ്രകൃതിയല്ലേ രോഗം സൃഷ്ടിക്കുന്നത്, അല്ലേ? അതെ അല്ലേ? പ്രാണൻ കൃത്യമായി പ്രവർത്തിക്കുന്ന ആണ് പ്രകൃതം എന്ന് പറയുന്നത്. ഓ ഓ അത് എപ്പോൾ തെറ്റായി പോകുമോ അതിനെ വൈകൃതം എന്ന് പറയും. ഓക്കെ. അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണൻ, ജീവൻ, നേരത്തെ പറഞ്ഞല്ലേ സ്പിരിറ്റ്, ആ, വൈറസ്, ആ. അത് വ്യക്തമായി മുന്നോട്ട് പോകുന്നത്, സുഖകരമായിരിക്കുന്നതാണ് പ്രകൃതി. എന്നാൽ അത് എപ്പോഴാണോ തെറ്റുന്നത്, താളം തെറ്റുന്നത്, അത് വികൃതി. അപ്പോൾ വികൃതിയാണ് രോഗം. അപ്പോൾ പ്രകൃതിയുടെ നിയമങ്ങളുമായി ശരീരത്തെ, ജീവിതത്തെ ചേർത്ത് നിർത്തിയാൽ ആ വികൃതം മാറിയിട്ട് സുഹൃതം അല്ലെങ്കിൽ പ്രകൃതം വരും. അപ്പോൾ ആ സുഖം മാറിയിട്ട് സുഖം ആര് ക്രിയേറ്റ് ചെയ്യും? ശരീരം ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് യു ആർ ഇമ്മ്യൂൺഡ്, വിച്ച് ഡിസീസ് ക്യാൻ പുട്ട് യു ഡൗൺ? ചോദിക്കുക. അപ്പോൾ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങളുണ്ട്. സിംറ്റംസിനെ അനലൈസ് ചെയ്താണ് രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. എന്നാൽ പ്രതിരോധ ശേഷി ആർജിച്ചൊരു മനുഷ്യന് രോഗങ്ങളുണ്ടാവുമോ? ഉണ്ടാവില്ല. ഇല്ല. ഇതാണ് ഭാരത പൈതൃകം. അപ്പോൾ എണ്ണിയാലൊടുങ്ങാത്ത രോഗത്തിൻ്റെ പിന്നാലെ ഓടി ഇല്ലാത്ത നിഴലിനോട് യുദ്ധം ചെയ്ത് തളരുന്ന മനുഷ്യൻ, രോഗാതുരനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്, ഭാരത പൈതൃകം പറഞ്ഞു, നിന്നിലേക്ക് നോക്കുക, തിരിച്ചറിവ്. അറിവ് ആണ് ഈ സങ്കടമുണ്ടാക്കുന്നത്. എന്നാൽ ഇന്ദ്രിയങ്ങളെ തിരിച്ച്, ഉള്ളിലേക്ക് തിരിച്ച്, അവൻ്റെ ഉള്ളിലേക്ക് അറിയുന്ന ഞാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ ശ്രമത്തെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. തിരിച്ചറിവുള്ള മനുഷ്യന് ദുഃഖമില്ല, രോഗവുമില്ല. ഇത് ലോജിക്കലായിട്ടുള്ളൊരു കൺക്ലൂഷനാണ്. പക്ഷേ ഇത്ര ലളിതമാണ് സത്യത്തിൽ ചികിത്സ. പക്ഷേ ചികിത്സ ഇപ്പോൾ ലളിതമാണോ? അല്ല, അതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്ര ലളിതവും സുഖകരവുമാണ് ജീവിതം. എന്നാൽ ജീവിതം, ആധുനിക മനുഷ്യൻ്റെ ജീവിതം സുഖകരവും ലളിതവുമാണോ? അല്ല. താങ്ക് യു. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആയിരുന്നു. എനിക്ക് പൊതുവേ തന്നെ ലൈഫ് ഫിലോസഫിയും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തെങ്കിലും ഇൻറ്റിമസി വില്ലേജിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമസ്തേ. നമസ്തേ.